എന്താടി പെണ്ണെ, നീ എന്താ ഈ വഴിക്കൊക്കെ? അതെന്താ ജാസ്മിൻ അങ്ങനെ പറയുന്നേ? ജാസു, നമുക്ക് വോട്ട് ചെയ്യണേ. ജാസുവോ? ആര് ജാസു? ഞാനൊന്നും വോട്ട് ചെയ്യൂല. പിന്നെ എനിക്ക് ഭ്രാന്തില്ല സാറയ്ക്ക് വോട്ട് ചെയ്യാനായിട്ട്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. എബിനായാലേ വലിയ സീനാവുന്നേ. ഒരു സീനും ആവൂല, അവൻ നല്ല പോലെ ചെയ്യും. അതന്നെ. സാറയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് എടുക്കാത്തെ? അനക്കെന്താ സാറിനോട് ഇത്ര ദേഷ്യം? ഓളിപ്പോ ഈ മാസം വന്നതല്ലേ ഉള്ളൂ. അതിന് ഞങ്ങൾ എന്താണോ? പിന്നെ ഇന്നലെ കണ്ട സാറയ്ക്ക് ഞങ്ങൾ എന്തിനു വോട്ട് എടുക്കണം? അയ്യോ, അവൾക്കൊരു ചാൻസ് എടുക്കുന്നേ. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ ഒരിക്കലും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ഞങ്ങളെ 2 വോട്ടും എബിൻകായിരിക്കും. എന്നാ കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടല്ലേ, കൊടുത്തോളൂ. നല്ലേ മക്കളെ ചെല്ലാൻ നോക്ക് കേട്ടോ. ഇവിടെ ഓവറായിട്ട് ചുറ്റി കറങ്ങണ്ട. ശരി ജാസു. പിന്നെ ഈ ജാസു എന്നെ വിളിക്കണ്ട, എനിക്ക് ഒരു പേരുണ്ട്, ജാസ്മിൻ. അത് വിളിച്ചാ മതി. ശരി മുല്ലപ്പൂ ചേച്ചി. എന്താ മുല്ലപ്പൂ ചേച്ചിയോ? ആരുടെ മുല്ലപ്പൂ ചേച്ചി? അയ്യോ ജാസ്മിനെ, ഞാൻ വെറുതെ ജാസ്മിൻ എന്ന മുല്ലപ്പൂ അല്ലേ, അതുകൊണ്ട് വിളിച്ചതാ. അല്ലാതെ ഞാൻ വേറൊരു അർത്ഥം കൂടി വിളിച്ചതല്ല. ഡി പെണ്ണേ, നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട് കേട്ടോ. മുല്ലപ്പൂ ചേച്ചി, നീ എന്നെ മുല്ലപ്പൂ ചേച്ചി വിളിച്ചല്ലേ? കാണിച്ചു തരാടി എന്റെ പവർ എന്താന്ന്. നീ കണ്ടോ? ജാസ്മിനെ പറയുന്നേ. നിന്നെയും അപ്പണില്ലേ സാറ, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വോട്ടിംഗ് റിസൾട്ട് വരുമ്പോ ഓളൊന്നും എനിക്ക് കാണാണ്ട്. അവളെ തോറ്റിരിക്കുന്നേ ആ മുഖം ഒന്ന് കാണാന്. എന്നോട് പറഞ്ഞീനോ ഓള് തോൽക്കുന്നേ? ഓള് തോൽക്കുന്നേ എനിക്ക് തോന്നണ്ട. തോൽക്കൂല. നല്ല അടിപൊളി തമാശ. കൊള്ളാം കൊള്ളാം. പോവാൻ നോക്ക്. എന്നാലും അവള് നിന്നെ അത് വിളിച്ചല്ലോ. അതെ ടിൻഡു മോളെ, അവളെന്നെ അത് വിളിച്ചു. എനിക്കതോട്ടും ഇഷ്ടമല്ല. എന്നെ മുല്ലപ്പൂ ചേച്ചി ആര് വിളിച്ചാലും അവർക്കിട്ടൊരു ഒന്നാം പണി ഞായിരിക്കും. കണ്ടോ നീ? കൊടുക്കണം. നിന്നെ വിക്കാതെ മാറ്റ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അതെന്താ അങ്ങനെ പറയണേ? നിന്റെ ഈ വിക്കും കൊണ്ട് സംസാരിച്ചാലേ ആരുടെ മുന്നിൽ നാണം കിട്ടു പോകും. ഒരു 5 ഡയലോഗ് പറയാൻ നേരത്തെ വിക്കാനുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചോക്കിയേ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈദ്യരുടെ അടുത്ത് പോയാലേ ശരിയാവുന്നേ. ശരിയാക്കിയാ മതി. നീ അത് വിട്, മറ്റേത് പറ. അവള് നിന്നെ മുല്ലപ്പൂ ചേച്ചിന്ന് വിളിച്ചില്ലേ? അതെ, ഞാനത് വിട്ടിട്ടില്ല. എന്തായാലും ഒരു പണി കൊടുക്കോ. ഞമ്മക്ക് മനസ്സിലായിക്കണേ. എന്താടി? അന്നൊരു കണ്ണുണ്ട് ട്ടോ അവൻക്ക്, എബിൻക്ക്. എന്നൊരു കണ്ണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ എന്താ പറയണേ? എടി പൊട്ടത്തി, അന്ന ഉങ്ങ നോക്കണുണ്ട്. ആര്? എബിനെന്നെ. ഞാൻ വിശ്വസിച്ചേ. എടി മണ്ടി, അവന് ചിലപ്പോ വല്ല പ്ലാൻ ഇടായിരിക്കും എന്നെ നോക്കിയിട്ട്. എടി പ്ലാൻ ഇടുമ്പോ ഇങ്ങനെ നോക്കുവോ? അവന്റെ കണ്ണുകളിൽ കാണാൻ പറ്റും. ഈ ഓവർ ആവണ്ട കേട്ടോ. അന്നോട് ടോം പറഞ്ഞീനോ? ഇല്ലല്ലോ. ഓരോന്ന് പറഞ്ഞോളൂ. വല്ലാതെ ദേഷ്യപ്പെടണ്ട. കൊറേ നേരമല്ലോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യപ്പെട്ടോന്ന് തന്നെ വല്ല കാര്യം തന്നെ അയക്കണേ. എടി അതാ വിളിക്കണേ, നോക്ക്. എടി അന്ന ഓൻ വിളിക്കണേന്ന് നോക്ക്. ഞാൻ എന്തിനു നോക്കണം? എനിക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. എടി മരമണ്ടി, ഒന്ന് നോക്കടി. അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് അവനെ കാണുന്ന ദേഷ്യ. നീ പറഞ്ഞല്ലോ ഓൾക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന്. പിന്നെ എന്താ അവെല്ലാം ഭിത്തിയിലും എന്റെ ഫോട്ടോ കോമാളി വേഷത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കണേ. എടി പെണ്ണെ, അതൊക്കെ അപ്പോ അല്ലേ, ഇത് ഇപ്പോ. അപ്പോ ചപ്പാത്തിയൊക്കെ പിന്നെ പറയാം. മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന അവിടെ. എടി വിളിക്കണേ, നോക്ക്. ആൾക്ക് വേണമെങ്കിൽ നോക്കിക്കോ, എനിക്ക് നോക്കണ വലിയ നിർബന്ധമില്ല. അയിനെ എന്നെ വിളിക്കണില്ലല്ലോ, അന്നല്ലേ വിളിക്കണേ. എന്താ? നാളെ വോട്ടിംഗ് റിസൾട്ട് വരുമ്പോ എന്തായാലും നീ തോൽക്കുമല്ലോ. ഞാൻ തോൽക്കോ ജയിക്കാന് നമുക്ക് നോക്കാം. നോക്കാം. ഞാൻ എന്നെ ജയിക്കല്ലോ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? അത് പിന്നെ ഒരു രസം, അത്രേ ഉള്ളൂ. നിന്റെ മുഖം കാണുമ്പോഴേ എനിക്ക് ചിരി വരിക, നല്ല ചിരി വരുന്നുണ്ട്. എന്നാ പിന്നെ അമ്മോ പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്കൂ കേട്ടോ. ഇവിടെ നിന്നിട്ട് ചിരിച്ചാലേ ആളുകളെ ഊളംപാറയിൽ കൊണ്ടാക്കോ. അല്ലെങ്കിലേ ഭ്രാന്ത. പിന്നെ ഈ ഭ്രാന്തനായിട്ടുള്ള നീ ചിരിച്ചാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എബിൻ, എന്താ? കൺഗ്രാറ്റുലേഷൻസ്, നീ നാളെ ജയിക്കല്ലോ. ജയിക്കായിരിക്കും. അതെന്താ അങ്ങനെ പറയുന്നേ? നിനക്ക് എല്ലാരും വോട്ട് ചെയ്തില്ലേ, പിന്നെന്തിനാ എബിനെ നീ അങ്ങനെ സംസാരിക്കണേ? ആർക്കറിയാം, എല്ലാരും വോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. അവിടെ എത്തിയതിനു ശേഷം ചിലപ്പോ മനസ്സ് മാറിയിരിക്കണെങ്കിലോ? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. എല്ലാവരുടെയും മനസ്സ് മാറിയെന്ന് പറയല്ലേട്ടോ. എന്റെ മനസ്സൊന്നും മാറിയിട്ടില്ല.
എനിക്ക് എന്നും എപ്പോഴും ഞാൻ നിന്നെ തന്നെ ഓർക്കുന്നു. എന്തിനാ എന്നെ ഓർക്കുന്നേ? അയ്യോ, അതൊന്നും അങ്ങനെ പറയാൻ പാടില്ലെന്നാ. എനിക്ക് നാണാവുന്നു. ചിരി വന്നിട്ട് നിൽക്കാൻ വയ്യ. ഓളൊരു തമാശയായി. എന്താടി ഇത്ര ചിരിക്കാൻ മാത്രം ഇവിടെ ഉണ്ടായേ? എടി ആ ജാസ്മിൻ ഉണ്ടല്ലോ, പറയുന്ന കേട്ടാ നാണം വരുന്നു. എന്തിന്? ഓ, അവൾക്ക് തോന്നിയതോട് പറഞ്ഞോട്ടേനെ. അയ്യോ സോറി ജാസ്മിൻ, എനിക്ക് കുറച്ച് ബിസി ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് മമ്മി പെട്ടെന്ന് വീട്ടിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ പോവാണ് കേട്ടോ. ബൈ. അതെന്താ ഞാൻ വന്നപ്പോ ഈ പോണേ? ഓക്കെ ഓക്കെ, പോയിക്കോ. അയ്യോ എനിക്ക് ഒരുപാട് വർക്കൊക്കെ ചെയ്യാനുണ്ട്. സോ ഞാൻ പോവാ കേട്ടോ. റിയലി സോറി കേട്ടോ ജാസ്മിൻ. പിന്നെ എപ്പോഴെപ്പോഴും എന്നെ എബിനെ വിളിച്ച് എൻ്റെ പുറകെ നടക്കണ്ട കേട്ടോ. എനിക്കത് ചെറുതായിട്ട് ശല്യമാവുന്നുണ്ട്. സോ ബൈ. എല്ലാത്തിനും ഇവളെ കാരണം സാറ. എടി സാറ, എന്താ ഓവറായി ഷൈൻ ചെയ്യണ്ട കേട്ടോ. എന്തോട് പറഞ്ഞേ? ഓവർ ആവണ്ടെന്നോ? ഞാനിപ്പോ ഓവറായേ? ഓക്ക് പ്രാന്താണേ. അതൊന്നും ഈ നോക്കണ്ട. അതെ. ഹലോ, ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. അപ്പു മോനെ, അപ്പു. ഓ എന്താ വരുന്നേ? ഇത് ഞാനാ, എബിന്. ഓ നീ ആയിരുന്നാ? എന്തിനാ വിളിച്ചേ? എടി പെണ്ണെ, നീ ജയിക്കോ? ഓ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഒന്ന് പൊയ്ക്കോ ഇവിടുന്ന്. അതെന്താ നിനക്കൊരു ആത്മവിശ്വാസം ഇല്ലാതെ സംസാരിക്കണേ? നീ അപ്പൊ ജയിക്കില്ല അല്ലേ? അല്ല, നിന്റെ നമ്പർ അനക്കൊടുന്ന കിട്ടി? സത്യം പറ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് രാത്രി വിളിച്ചോളൂ. അതൊക്കെ നിന്റെ നമ്പർ കിട്ടി. അതൊന്നും നീ നോക്കണ ആവശ്യമില്ല. നീ പറ, നീ ജയിക്കോ ഇല്ലേ? ഓ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഫോൺ വെക്കാൻ പോവാ. നിന്റെ ഒരു ഞാൻ പോവാ. ബൈ. അയ്യോ വെച്ചോ? എന്താടാ പറ്റിയേ? അവള് ഫോൺ വെച്ചോ? നീ ഇപ്പൊ എന്തിനാ അവൾക്ക് ഇങ്ങനെ വിളിക്കണേ? ഹേ ചുമ്മാ ഒന്ന് അറിയാനാ. അവൾക്ക് പേടിയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിക്കണേ. ഷേ ഓൾക്ക് ഒരു പേടിയില്ല. എടാ അവൾ അങ്ങനെ പേടിക്കണ ഒരൈറ്റല്ലെന്ന് എനിക്ക് തോന്നണേ. നീ പറഞ്ഞാലും കാര്യമുണ്ട്. അപ്പോഴേക്കും മമ്മി ഓ അപ്പു അപ്പു അപ്പൂന്ന് അവള് കേട്ടോന്നാവോ? മിക്കവാറും കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നണേ. ആ കേട്ടാപ്പതാ, എനിക്കൊരു പ്രശ്നമില്ല. അനക്കോളോട് എന്തെങ്കിലും ഉണ്ടോ? അയ്യേ ഓളോടോ? എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഓൾക്ക് ആത്മവിശ്വാസം ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി വിളിച്ചതാ. പക്ഷേ ഓൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്, പേടിയുമില്ല. ചിരിക്കണ്ട. നാളെ ഞാൻ ജയിക്കുമ്പോ നല്ലോണം ചിരിക്കണം കേട്ടോ ആ സമയത്ത്. പിന്നെ ഒരു കാര്യമുണ്ട്, നാളെ പടക്കും ഒരുപാട് സാധനങ്ങള് നീ നാളെ മേടിക്കണം. അതൊക്കെ ഏറ്റു മച്ചാ. അതാരാ വിളിക്കണേ? ആ മറ്റവര്, ആ കിച്ചു മിച്ചുവോ? സോറി കിച്ചു റിച്ചു അവരാ. ഓ ആ മനസ്സിലായി. ആ പൈസക്ക് നാളെ തരാ. നാളെ സ്കൂൾക്ക് വന്നാൽ മതി, ആരും കാണാതെ. ഞാൻ തരാ. ഞാന് ജയിക്കാൻ നോക്കട്ടെ. ജയിച്ചാൽ മാത്രമേ തരുള്ളൂ, അല്ലാതെ തരൂല കേട്ടോ. ഓ ശരി, ഓക്കെ പൈസക്ക് നല്ലോണം തരാന്നേ. ഓക്കെ. ഓ സാറൊന്നും വിളിക്കണ്ട. വെച്ചോ ഫോണ് വെക്കടോ. ഭയങ്കര കഷ്ടമല്ലേ അവരെ കൊണ്ട്.